എല്ലാവർക്കും എന്താ ആഗ്രഹം? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, പുരുഷാർത്ഥങ്ങൾ നേടണം. അപ്പോ പുരുഷാർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധർമ്മം. അപ്പോൾ ഈ ധർമ്മത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അർത്ഥം സമ്പാദിക്കുന്നു, സമ്പന്നനാകുന്നു. എന്നിട്ട് കാമം, ആഗ്രഹങ്ങൾ സാധിക്കുന്നു, മോക്ഷവും അവസാനം നേടുന്നു. ഈ മോക്ഷം നേടുന്നതിലേക്കുള്ള മാർഗമാണ് രാമകഥ. അല്ലാതെ രാമകഥ വെറുതെ വായിച്ച് രസിച്ചു പോവാനുള്ള ഒരു കഥയല്ല. ചിലർ പറയും, അയ്യോ ഉത്തരരാമായണം വായിക്കണ്ട കേട്ടോ, അപ്പൊ എന്തേ? അതിൽ ദുഃഖാണേ. ദുഃഖം ആർക്കും ഇഷ്ടമില്ല. പക്ഷേ ഈ സുഖം എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ ആര് വേണം? ദുഃഖം വേണം. രാവണൻ ഉണ്ടെങ്കിലേ ആർക്ക് പ്രശസ്തിയുള്ളൂ? രാമന് പ്രശസ്തിയുള്ളൂ. പകലുണ്ടെങ്കിലേ രാത്രിക്ക് പ്രശസ്തിയുള്ളൂ. ഒന്നും വേണ്ട, ഒരു ഓട്ടപ്പന്തയം അങ്ങോട്ട് വെച്ചു, ഒരു മത്സരം വെച്ചു. മത്സരത്തില് നല്ല ഓട്ടത്തിലാ, തോൽക്കാൻ ആരും ഇല്ലെങ്കിൽ നോട്ടക്കാരന് വല്ല വിലയുണ്ടോ? അതുപോലെയാ, തോൽക്കാൻ ഒരു വ്യക്തി ഉണ്ടാകുമ്പോഴാണ് വിജയത്തിന് തിളക്കുണ്ടാവുന്നത്. അതുപോലെയാണ് രാമനും രാവണനും. അപ്പോ ഈ ധർമ്മത്തിലൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് അഭ്യുദയം ഉണ്ടാകുന്നു. പക്ഷേ മഹർഷീശ്വരന്മാർ പറയുന്നത് എന്താണോ? അഭ്യുദയമൊക്കെ നേടിക്കഴിഞ്ഞു, പിന്നെ എന്ത് ചെയ്യണം? ഒരു ചെടി വളർന്ന് വലുതായി കഴിഞ്ഞ, തുളസി ചെടി നോക്കൂ, കുറച്ച് കാലം കഴിഞ്ഞ അത് കുറ്റിച്ചെടിയാ, ഉണങ്ങിപ്പോ ില്ലേ? അതുപോലെ നിശ്രേയസ എന്ത് വേണം? താഴ്ച ഉണ്ടായിരിക്കണം. അപ്പോ അഭ്യുദയമാണോ നിശ്രേയസമാണോ ഏറ്റവും പ്രധാനം ചോദിച്ചാൽ ഏതാ? നിശ്രേയസ. കാരണം ഇവിടെ ശ്രീരാമചന്ദ്രൻ താഴാൻ പഠിച്ചു, ക്ഷമിക്കാൻ പഠിച്ചു, ത്യജിക്കാൻ പഠിച്ചു. ശ്രീരാമചന്ദ്രനെ കേവലം ഒരു മനുഷ്യനായി കരുതിയാൽ നമുക്ക് മനസ്സിലാവുക എന്താ? ഇദ്ദേഹം ചെയ്തതൊന്നും ശരിയല്ല. എന്താ കാരണം? ഒരു സാധാരണക്കാരനെ പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു അവതാര പുരുഷൻ എന്ന നിലയിൽ നിസ്വാർത്ഥമായിട്ടാണ് അദ്ദേഹം. നമ്മളെല്ലാം സ്വാർത്ഥരാ അല്ലെ? എൻ്റെ മക്കൾക്ക്, എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ വീട്ടിലേക്ക് ആ ഒരു ചിന്ത വരും നമുക്ക്. പക്ഷേ സാധാരണക്കാരനെ പോലെയല്ല അവതാര പുരുഷൻ ചിന്തിക്കുന്നത്. അവതാര പുരുഷന്മാർക്ക് ഋഷീശ്വരന്മാർ ചാർത്തിക്കൊടുത്ത പേരാണ് എന്ത്? അവതാരം. അതായത് നിസ്വാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവരെന്താകുന്നത്? അവതാരങ്ങളായി മാറുന്നത്. അല്ലെങ്കിൽ സാധാരണക്കാരാ. ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ത്യജിക്കാൻ, സഹിക്കാൻ, ക്ഷമിക്കാൻ ശ്രീരാമചന്ദ്രൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഈ സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം രാമകഥകൾ നിലനിൽക്കും. അതാണ് സഹനത്തിന്റെ, ത്യാഗത്തിന്റെ മഹത്വം. ഇപ്പൊ ധർമ്മം എന്താ മനസ്സിലായോ? ഇനി പറയാം. ധർമ്മത്തിലൂടെ എല്ലാം നേടിക്കഴിഞ്ഞ അവസാനം നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു? മോക്ഷം. ഇങ്ങനെ മോക്ഷം കിട്ടും. ഈ ശരീരം